നമ്മൾ 2024 കലയാൻ പോവാണ്. ഇപ്പൊ 2024 5 ആവാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവാണ്. നാളെയാണ് ന്യൂ ഇയർ. എന്തിനാ നമ്മൾ ഇതുപോലെ വന്നേനാണ് സിനിമ കാണാൻ. അതിന്റെ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം ഫുൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മോള് പറഞ്ഞതുപോലെ നാളെയാണ് ന്യൂ ഇയർ. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുറച്ച് പെൻഡിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ, മോളെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ലുലു മാളിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെറൈൻ വേൾഡിൽ പോകുന്നുണ്ട്. കുറേ നാളായി അതൊക്കെ തുറന്നിട്ട്, പക്ഷേ ഇതുവരെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെല്ലാം ഓരോന്നായിട്ട് ചെയ്ത് തീർക്കാം എന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ശംഖുമുഖത്ത് ഗോസ്റ്റ് ഹൗസൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ നാളെ ന്യൂ ഇയർ ആവുന്നവരെ കറങ്ങാമെന്ന് വിചാരിച്ചു. പേടിച്ചോ? മരത്തിൽ തൂങ്ങി കിടക്കുന്ന പോലെയോ? അപ്പോൾ ആദ്യം ഇതാ ലുലു മാളിൽ വന്നു, കാരണം സിനിമ ബുക്ക് ചെയ്തേക്കാണ്, ലയൺ കിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലുലു മാളിൽ വന്നതാണ്. അപ്പോൾ അതിന് മുന്നേ എന്തായാലും പാർക്ക് മസ്റ്റാണല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ സിനിമ കാണാൻ പോവുകയാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ പാർക്കിൽ നിന്ന് കൊണ്ടുപോവുക ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഇത് സിനിമ ടൈം ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാർക്കിൽ നിന്ന് വിളിച്ചു. എന്നിട്ട് ഇതേ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് കയറാൻ പോകുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാവും എന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ടാണ് മോൾ ഇങ്ങനത്തെ ഒരു മൂവി കാണാൻ പോകുന്നത്. ഇതുവരെയും നമ്മളുടെ കൂടെ നമ്മൾ കാണുന്ന സിനിമകളല്ലാണ്ട് മോൾക്ക് വേണ്ടിയിട്ടൊരു സിനിമ കാണാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരുന്നൊന്നും ഇല്ല കേട്ടോ. അവൾ പറയാൻ ഫുൾ ലയൺ മാത്രമേ ഉള്ളൂ, അവൻ ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അടങ്ങിയിരുന്ന് ഫുൾ സിനിമ കാണാനൊന്നും പറ്റത്തില്ല. എന്തായാലും നമ്മൾ നന്നായിട്ട് കണ്ടു കേട്ടോ, നമുക്കിഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ മെറൈൻ വേൾഡിൽ പോയി. അവിടെ അത് തീർന്നോന്ന് പോലും നമുക്ക് അറിയില്ല കേട്ടോ. ഇത് കാരണം കുറേ ദിവസമായി ഇത് തുടങ്ങിയിട്ട് നമുക്ക് പോകാൻ പറ്റാണ്ട് ഇരിക്കുമായിരുന്നു. ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എല്ലാ പെൻഡിങ്ങും ഓടിച്ച് തീർത്തേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം, നല്ല തിരക്കില്ലായിരുന്നു. കാരണം എല്ലാവരും ന്യൂ ഇയർ ആയിട്ട് ശംഖുമുഖവും ലുലുവും കനവക്കുന്നുമൊക്കെ ആയിട്ട് കറങ്ങി നടക്കുവാണ്. അപ്പോൾ ഇത് എല്ലാവരും കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര കുറവായിരുന്നു. അത് നന്നായി. ഇതിന് മുന്നേ ഒരിക്കൽ നമുക്കിവിടെ മെറൈൻ വേൾഡ് വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഈ ഒരു സ്കൂബ ഡൈവിങ്ങും റോബോട്ട് ഡോഗ്സുമാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. കാരണം ബാക്കിയെല്ലാം നമുക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അതെന്തായാലും കൊള്ളായിരുന്നു. അവൾ താഴെ നിൽക്കുന്നുണ്ടായിരുന്നില്ല, നല്ല പേടിയായിരുന്നു. അവസാനം അത് ഓഫായതിനു ശേഷമാണ് ആൾ അടുത്തൊന്ന് ചെന്നിരുന്ന് തൊട്ടൊക്കെ നോക്കി സംസാരിക്കുകയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ശംഖുമുഖത്തേക്ക് പോയി. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ശംഖുമുഖത്താക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ലുലുവിലാണ് ന്യൂ ഇയറിന് നിൽക്കാറ്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചതാണ്. അപ്പോൾ അതിന് മുന്നേയൊക്കെ നമ്മൾ ഈ ശംഖുമുഖവും കനവക്കുന്നും ഒക്കെ തന്നെ ആയിരുന്നു ലുലു വരുന്നതിന് മുന്നേ. ഇപ്രാവശ്യം എന്തായാലും ഈ ഒരു ഗോസ്റ്റ് ഹൗസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൊള്ളായിരുന്നു കേട്ടോ. ഈ ഒരു ഇല്യൂഷൻ ടണലും പിന്നെ ഈ ഗ്ലാസ് മിറർ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഗോസ്റ്റ് ഹൗസ് അവൾക്ക് ഇച്ചിരി പേടിയായിരുന്നു, കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ കുഴപ്പമില്ല മക്കളെ, കയറി നോക്കാം, എനിക്ക് പേടിയാണ്. പിന്നെ ഏട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല.
അങ്ങനെ അകത്ത് കയറി. അപ്പോൾ ഓരോ സ്ഥലത്തോട്ട് നമ്മൾ എത്തുമ്പോഴാണ് അവിടെ ലൈറ്റ് ഓൺ ആവുന്നതും കാണിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഏട്ടനെ അങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറയും. അപ്പോൾ ലൈറ്റ് ഓൺ ആവും. അപ്പോൾ അത് ചിലത് നമ്മൾ അടുത്തോട്ട് ഇങ്ങനെ വരും, ചിലത് തനിയെ പൊങ്ങി നിൽക്കും, അനങ്ങും, അങ്ങനെ പല പല രീതികളാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ എൻ്റെ അടുത്തോണ്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ പേടിക്കും. അപ്പോൾ അതുകൊണ്ട് ഏട്ടനെ ആദ്യം നിർത്തിയിട്ട് ആമി ഫുൾ കണ്ണടച്ച് ഞാൻ കണ്ണ് പൊത്തി പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത് കേട്ടോ. അവൾക്ക് പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന് എക്സ്ട്രാ ടിക്കറ്റാണ് കേട്ടോ. ഇത് അടുത്തൊരു ടിക്കറ്റ് എടുത്തിട്ട് ഇതെനിക്ക് തോന്നുന്നു ഇനി മുതൽ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കയറി. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഫാഷൻ ഷോയോ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു, സ്റ്റേജ് പ്രോഗ്രാം. അപ്പോൾ കുറച്ച് നേരം അതിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്ക് ഈ റാം വാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് കുറച്ച് ഡിലേ വന്നപ്പോൾ അവർ പറഞ്ഞു ഓഡിയൻസിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കയറി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ പിള്ളേർ ഒരുമിച്ച് നിന്ന് കുറേ ഡാൻസ് അവിടെ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവർ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആമിയോട് പറഞ്ഞു, ആമി പൊയ്ക്കോ ഡാൻസ് കളിച്ചോ എന്ന് പറഞ്ഞു. ഇല്ല അമ്മ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു. പക്ഷേ ഈ ഫാഷൻ ഷോ തുടങ്ങിയപ്പോൾ ആൾ പറഞ്ഞു, അമ്മ ഞാൻ പോയി കയറട്ടെ. ഞാൻ അത് അവരുടെ പ്രോഗ്രാം അല്ലേ, ഇതിൻ്റെ ഇടയിൽ കയറാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മ ചോദിക്കാം അമ്മ എന്ന് പറഞ്ഞു. അമ്മ ഞാൻ ചോദിക്കില്ല, നീ തന്നെ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്വന്തമായിട്ട് തന്നെ പോയി ആങ്കറിനോട് ചോദിക്കുവാണ് ഞാൻ കയറിക്കോട്ടെ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു മോളെ തീർന്നിട്ട് വന്നോ കയറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോഴത്തേക്ക് 2 കുട്ടികൾ നടക്കുന്ന കണ്ടു. പക്ഷെ അതും അവരുടെ ട്രൂപ്പിനകത്തുള്ള പിള്ളേരാണ് കേട്ടോ. ഇവൾ വിചാരിച്ചു പുറത്തുനിന്ന് എന്തോ കയറുവാണെന്ന് പറഞ്ഞു. ഇവൾ ഓടിപ്പോയിട്ട് അപ്പം തന്നെ കയറി നടന്നു. ഭാഗ്യത്തിന് അവർ കയറണ്ടെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. കാരണം അവരുടെ ഒരു മോഡലിംഗ് ട്രൂപ്പിൻ്റെ ഇടയിലാണ് ഇവൾ കയറി നടന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. അവൾ ഒരു പേടിയില്ലാണ്ട് പെട്ടെന്ന് ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് കയറി ചെയ്തില്ലേ, അത് തന്നെ ഭയങ്കര ഹാപ്പിയായി. അവളും ഭയങ്കര സന്തോഷമായി. എല്ലാവരും ക്ലാപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമൊക്കെ സന്തോഷത്തിന് മേടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. ന്യൂ ഇയർ 12 മണി വരെ അവിടെ തന്നെ നിന്നില്ല. നമ്മൾ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ നമ്മൾ വെള്ളാമ്പലത്ത് വന്നു. അവിടെ മാനവീയം വീതിയിലൊക്കെ ഭയങ്കര തിരക്ക് കേട്ടോ. എല്ലായിടവും ഭയങ്കര തിരക്കാണ്. നമുക്ക് വണ്ടിയൊന്നും പോകാൻ തന്നെ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 12 മണിക്ക് മുന്നേ നമ്മൾ ഇറങ്ങിയത്. ഇല്ലെങ്കിൽ നമുക്കറിയാം സ്ഥിരം നല്ല ബ്ലോക്കാണ്. പിന്നെ അവൾക്ക് നല്ല വിശക്കുന്നു എന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി. 10 മിനിറ്റ് മുന്നേ വീടെത്തി കേട്ടോ. അപ്പോൾ സമാധാനത്തോടെ വീടെത്താൻ പറ്റിയില്ലെങ്കിൽ ഫുൾ ബ്ലോക്ക് പെട്ടാണ്. ഇപ്രാവശ്യം അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ന്യൂ ഇയറിന് പുറത്ത് തന്നെ ആയിരിക്കും ആ ഒരു 12 മണിക്ക്. ഇപ്രാവശ്യം എന്തായാലും വീടെത്തിയിട്ടായിരുന്നു ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.